ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ ദേവീ ക്ഷേത്രത്തിലാണ്. പരശുരാമനാൽ സ്ഥാപിതമായ 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് കുമാരനെല്ലൂർ ദേവീ ക്ഷേത്രം. ഏകദേശം 2400ഓളം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്ര സമുച്ചയത്തിന്. ക്ഷേത്രത്തിലെ പ്രധാന ഗോപുരവാതിൽ നിന്ന് നോക്കുമ്പോൾ കൊടിമരത്തിന്റെ ചുവട്ടിലായി പഞ്ചസ്വരൂപിണി ഭാവത്തിലുള്ള ദേവിയുടെ ചിത്രവും അതിനു താഴെ പഞ്ചസ്വരൂപിണി പാപവിനാശിനി നിൻചരണാംബുജയെ കുമ്പിടുന്നേൻ എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നു. ചെമ്പകശ്ശേരി രാജാവിന്റെ സദസ്യനായിരുന്ന മഹാകവി കുഞ്ചൻ നമ്പ്യാർ ക്ഷേത്രദർശന വേളയിൽ രചിച്ച ശ്രീകുമാരാലയ സ്തോത്രത്തിലെ ഈരടികളാണിവ. കുമാരനെല്ലൂർ ക്ഷേത്രത്തിലെ കൊടിമരം കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ ബലിക്കല്ല് സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രപ്രതിഷ്ഠയെ മറച്ചുകൊണ്ട് ബലിക്കൽ നിൽക്കുന്നത് ഭഗവതിയുടെ ശക്തി ചൈതന്യത്തെ കുറിക്കുന്നു. ബലിക്കൽപുരയുടെ മച്ചിൽ ബ്രഹ്മാവിനെയും കാണാം. കൊടിമരച്ചുവട്ടിനടുത്തായി ബലിക്കൽപുരയുടെ തെക്ക് കിഴക്ക് ഭാഗത്തെ തൂണിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട്. ശേഷം പ്രദക്ഷിണമായി നീങ്ങുമ്പോൾ തെക്ക് ഭാഗത്ത് ക്ഷേത്രത്തോട് ചേർന്ന് പ്രത്യേക ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി മഹാദേവ പ്രതിഷ്ഠയുമുണ്ട്. കുമാരനെല്ലൂർ അമ്മയുടെ അഞ്ജനശിലയാണ്. അപ്പോൾ ഈ അഞ്ജനശിലയിൽ എത്രയോ പ്രാചീനമായിട്ടുള്ള ഈ അഞ്ജനശില പരശുരാമൻ സ്വയം പ്രതിഷ്ഠിച്ച ഒരു സങ്കല്പവുമാണ്. നമ്മളെ മധുര മീനാക്ഷി അവിടെ നിന്ന് വന്ന് ഇവിടെ കുമാരൻ്റെ സ്ഥാനത്ത് ഇരുന്ന് കുമാരനല്ല ഊര് നായി. അപ്പോൾ ഈ ഒരു അഞ്ജനശിലക്ക് പ്രത്യേകത എന്താ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രാചീനതയും ഇതിൻ്റെ ഒരു സ്വരൂപവുമാണ്. നമോ ദേവിയുടെ 5 ഭാവത്തിൽ 5 നേരത്തിലായി പൂജിക്കും. ഇപ്പോൾ സരസ്വതി ഭാവമാവട്ടെ, പാർവതീ ഭാവമാവട്ടെ, ഏത് ഭാവമായാലും ദേവിക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾക്ക് വിദ്യ വേണമെങ്കിൽ വിദ്യാഭാവത്തിൽ നമുക്ക് ദേവിയെ സ്മരിക്കാം. അതേപോലെ ദേവിക്ക് മനസ്സിൽ എന്തെങ്കിലും ഇച്ഛയുണ്ടെങ്കിൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആയിട്ടല്ലേ ആ ദേവി നമുക്ക് ഇച്ഛയും ജ്ഞാനവും ക്രിയയും ഇത് 3 വേണമെങ്കിൽ ഇവിടെ ഈ ക്ഷേത്രത്തിൽ വന്ന് ദേവിയോട് മനസ്സിൽ മാനസപൂജ ചെയ്താൽ എന്ത് വന്നാലും നമുക്ക് ദേവി അത് സാധിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസം ഞാനിവിടെ പൂജ ചെയ്തിട്ടാകുമ്പോൾ എൻ്റെ ഒരു മനസ്സിൽ വന്ന ഒരു ഭാവമാണ്. അതേപോലെ ഇവിടെ മാത്രം കണ്ടുവരുന്ന മഞ്ഞൾ അഭിഷേകം ഇത് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഇവിടെ മാത്രം പ്രത്യേകമായിട്ടുള്ള ഈ ഒരു മഞ്ഞളാട്ട് എന്ന് പറയാം. ഇവിടെ ഗന്ധപ്രസാദമില്ല, മഞ്ഞപ്രസാദം മാത്രമാണ്. അപ്പോൾ ഈ മഞ്ഞപ്പൊടിയുടെ പ്രത്യേകത എന്താ എന്ന് വെച്ചാൽ ദേവിയുടെ സാന്നിധ്യത്തിൽ തന്നെ നമ്മോ ഉണ്ടാക്കിയ ശുദ്ധമായിട്ടുള്ള മഞ്ഞളിനെ ദേവിക്ക് ആടി നമ്മോ അതേ മഞ്ഞൾ എടുത്ത് പ്രസാദത്തിൻ്റെ രൂപത്തിൽ തരുന്നതാണ്. അപ്പോൾ ഈ പ്രസാദത്തിനെ നമ്മൾ എപ്പോഴും ധരിച്ചാൽ അതിൻ്റെ അത്ര ഐശ്വര്യം വേറെ എന്തും കിട്ടാൻ തോന്നില്ല. എന്താ പറഞ്ഞാൽ അത്രയും ഒരു ഐശ്വര്യമുള്ളതും അത്രയും ഒരു സാത്വികമായിട്ടുള്ള ഒരു രൂപമാണ് ഇവിടുത്തെ കാർത്യായനി ദേവി. അപ്പോൾ എല്ലാവരും വിശേഷമായി ഈ ഒരു വരുന്ന വിശേഷ സന്ദർഭത്തിൽ ചേർന്ന് ദേവിയെ സ്മരിക്കുക. ദേവീ ദർശനത്തിന് പ്രത്യേക ക്രമമുണ്ട്. കിഴക്കേ ഗോപുരവാതിൽ കൂടി പ്രവേശിച്ച് കൊടിമര ചുവട്ടിൽ വന്നു തൊഴുത് പ്രദക്ഷിണമായി വരുമ്പോൾ തെക്കു ഭാഗത്തുള്ള മഹാദേവന്റെ നടയിൽ കൂടി ഭഗവാനെ തൊഴുത് നാലമ്പലത്തിന്റെ തെക്കേ വാതിലിലൂടെ പ്രവേശിച്ച് ശ്രീകോവിലിന് പ്രദക്ഷിണമായി വന്ന് മണ്ഡപത്തിന്റെ തെക്കു പടിഞ്ഞാറേ മൂലയിലുള്ള മണിഭൂഷൺ ഭഗവാനെ വന്ദിച്ചതിനു ശേഷം തിരുനടയിൽ ചെന്ന് ദർശനം നടത്തുക. ശ്രീകോവിലിന് 4 പ്രദക്ഷിണം വെച്ച ശേഷം മണ്ഡപത്തിന് നേരെ കിഴക്കോട്ടുള്ള വാതിൽ കൂടി ബലിക്കൽപുര വഴി കൊടിമര ചുവട്ടിൽ വരികയും ചെയ്യുക. ശേഷം ക്ഷേത്ര പ്രദക്ഷിണമായി വരുമ്പോൾ ആലുങ്കൽ ഭഗവതിയെ വന്ദിച്ച് പ്രദക്ഷിണം പൂർത്തിയാക്കുക. അമ്മേ ദേവി മഹാമായേ, കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൻ്റെ ഐതിഹ്യപരവും ചരിത്രപ്രസിദ്ധവുമായുള്ള എല്ലാത്തരം കാര്യങ്ങളെക്കുറിച്ചും കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മധുരമീനാക്ഷി സങ്കല്പത്തിലുള്ള കന്യാഭാവത്തിലുള്ള ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. മധുരമീനാക്ഷിയുടെ മുക്കുത്തി കാണാതാവുകയും
41 ദിവസത്തിനകം മുക്കുത്തി ലഭിച്ചില്ല എങ്കിൽ മേൽശാന്തിയെ ശിരച്ഛേദനം ചെയ്യുമെന്നും പാണ്ഡ്യരാജാവ് ഉത്തരവിട്ടപ്പോൾ തൻ്റെ പൂജാരിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവതി പൂജാരിയോടൊപ്പം ഇവിടേക്ക് വന്നുവെന്നും ഈ ക്ഷേത്രം കുമാരനായി പണിതിട്ടിരുന്ന ശ്രീകോവിലിനുള്ളിൽ ദേവി പ്രവേശിച്ച് കുമാരനല്ല ഈ ഊര് എന്ന് അരുളി ചെയ്യുകയും ചെയ്തു അത്രേ. അന്നു മുതൽക്ക് കുമാരനല്ല ഊര് എന്ന ഈ പ്രദേശം കുമാരനെല്ലൂരായി മാറുകയും കുമാരനെ വൈക്കത്തിനടുത്ത് ഉദയനാപുരത്തുള്ള ക്ഷേത്രത്തിലേക്ക് ചേരമാൻ പെരുമാൾ എന്ന കേരള രാജാവ് അന്നേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് അവിടെ കുമാരനെ പ്രതിഷ്ഠിക്കുകയും പോകുന്ന മാർഗമധ്യേ ഏകദേശം ഒരു 13 കിലോമീറ്റർ അകലെ വടക്ക് ഭാഗത്തായിട്ട് ജലമാർഗത്തിൽ പോകുമ്പോൾ ഒരു പ്രദേശം മുഴുവൻ മഞ്ഞ് മൂടി മുൻപോട്ടുള്ള യാത്ര ബുദ്ധിമുട്ടാവുകയും അന്ന് മന്ത്രി രാജാവിനെ ഉപദേശിച്ചു. കുമാരനെല്ലൂരിൽ കണ്ട ചൈതന്യത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് സങ്കല്പിച്ചാൽ ഈ സ്ഥലം മുഴുവൻ കുമാരനെല്ലൂരിന് നൽകാമെന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ദേവിക്ക് അവിടെയുള്ള മഞ്ഞ് മുഴുവൻ മാറി ആ പ്രദേശത്ത് നിന്ന് മാഞ്ഞൂരെന്നറിയപ്പെടുന്നു. അവിടെ നിന്നും ഉദയനാപുരത്തേക്കുള്ള യാത്രയിൽ ദേവിയുടെ ചൈതന്യം ഉദയനാപുരത്തേക്കും പോവുകയും അവിടെയും ഇന്നും സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ കുമാരനെല്ലൂർ ഭഗവതിയെയും ആരാധിച്ചു പോരുന്നു. രാത്രിയിൽ അവിടെ കുമാരനെല്ലൂർ ഭഗവതിയെ സങ്കല്പിച്ച് പ്രത്യേക പൂജകളും മറ്റും നടത്തുന്നു. കുമാരനെല്ലൂരിലെയും ഉദയനാപുരത്തും ഉത്സവം ഒരേ ദിവസങ്ങളിൽ കൊടിയേറ്റും ആറാട്ടുമാണുള്ളത്. കുമാരനെല്ലൂരിൽ വൈകുന്നേരമാണ് കൊടിയേറ്റെങ്കിൽ ഉദയനാപുരത്ത് രാവിലെയാണ്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് എനർജി ഇവിടെ വന്ന് തൊഴുതു പോകുമ്പോൾ ലഭ്യമാകുന്നു എന്നുള്ളത് നിരവധി ആൾക്കാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. മഞ്ഞൾപ്പൊടി അഭിഷേകം, ഭദ്രദീപം എന്നിവ ദേവിക്ക് പ്രധാനമാണ്. ഭഗവതിക്ക് സമർപ്പിക്കാനുള്ള ശുദ്ധമായ മഞ്ഞൾ ക്ഷേത്രത്തിൽ തന്നെ പൊടിച്ചു നിർമ്മിക്കുന്നതാണ്. അതുപോലെ ശുദ്ധമായ എള്ളാട്ടിയ ഒരു ചെറിയ കൂടം എണ്ണയാണ് ഭദ്രദീപത്തിൽ സമർപ്പിക്കുന്നത്. 24 നാളങ്ങൾ നിറഞ്ഞ ഈ നിലവിളക്ക് ചെമ്പകശ്ശേരി രാജാവ് സമർപ്പിച്ചതാണ്. കുമാരനെല്ലൂർ ദേവീക്ഷേത്രം എല്ലാ അർത്ഥത്തിലും സമ്പന്നമാണ്. ഐതിഹ്യ പെരുമ കൊണ്ടും അതുപോലെ തന്നെ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ കൊണ്ടുമൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യങ്ങൾ പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുമാരനെല്ലൂർ ദേവസ്വത്തിൻ്റെ മുൻകൈയെടുത്തിട്ട് ഇവിടെ നെൽപ്പുര മാളികയിൽ ശേവധി മ്യൂസിയം ആൻഡ് ഇൻഡോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ചരിത്ര യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളുന്ന താളിയോല ശേഖരങ്ങളുണ്ട്. അതുപോലെയുള്ള ഇൻസ്ക്രിപ്ഷൻ ശിലാലിഖിതത്തിലുള്ളത് അതിൻ്റെ ഒരു പകർപ്പ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം 1000-ൽ പരം വർഷത്തെ ഒരു ചരിത്ര പാരമ്പര്യമാണ് ഈ ക്ഷേത്രത്തിന് അവകാശപ്പെടാനുള്ളത്. പൊതു സാംസ്കാരിക രംഗത്തും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് കുമാരനെല്ലൂർ ദേവിവിലാസം വിദ്യാലയം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മുതൽ ഹൈസ്കൂളുണ്ട്, അതുപോലെ LP സ്കൂള്, UKG, LKG എല്ലാം അടങ്ങുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രം കുമാരനെല്ലൂർ ദേവിവിലാസം വിദ്യാലയം എന്ന പേരിൽ ഈ കുമാരനെല്ലൂരിലെ ജനങ്ങൾക്ക് ഈ ക്ഷേത്രം സംഭാവന ചെയ്തിട്ടുണ്ട്. കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന പഴയ താളിയോല ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ച് ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കിയതാണ് ഈ ശേവധി മ്യൂസിയം ആൻഡ് ഇൻഡോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ന് ഇതൊരു അംഗീകൃത സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് കേരളത്തിൽ ഇന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് താളിയോല ഗ്രന്ഥ ഗവേഷണങ്ങളുടെ കാര്യത്തിൽ. ഇവിടെയുള്ള ഈ ഓലകൾ മാത്രം 37,200 വരുന്ന ഒരു ബൃഹത് ശേഖരമുണ്ട്. ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു മഹാനിധി എന്ന അർത്ഥത്തിലാണ് ഇതിന് ശേവധി എന്ന നാമകരണം ചെയ്തിട്ടുള്ളത്. കുമാരനെല്ലൂർ ഭഗവതിയുടെ പിറന്നാൾ ദിനത്തിലെ തൃക്കാർത്തിക ആഘോഷം പ്രസിദ്ധമാണ്. വൃശ്ചികത്തിലെ തിരുവോണം നാൾ കൊടിയേറി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ
പള്ളിവേട്ട് ദിവസമാണ് പ്രസിദ്ധമായ തൃക്കാർത്തിക ദർശനം. ഭഗവതിക്ക് തൃക്കാർത്തിക പോലെ തന്നെ പ്രധാനമാണ് നവരാത്രി കാലവും ചിങ്ങത്തിലെ ഉത്രട്ടാതി ഊരുചുറ്റു ജലോത്സവവും. ക്ഷേത്രത്തിലെ ഒരു പുരാതന ചടങ്ങാണ് ഊരുചുറ്റു വള്ളംകളി. ഉത്രട്ടാതി ഊരുചുറ്റു ജലോത്സവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സാധാരണ മത്സര ഇനങ്ങളിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് ഭഗവതി തന്നെ കളിവള്ളങ്ങളിലേറി തൻ്റെ ഭക്തരായിട്ടുള്ള പ്രജകളെ കാണാൻ വേണ്ടി ദേശവഴിയിലൂടെ മീനച്ചിലാറിലൂടെ ഊരു ചുറ്റുന്നതായിട്ടാണ് ഇതിൻ്റെ ഐതിഹ്യം. സാധാരണ മത്സര ഇനങ്ങളിലോ മത്സരവേദികളിലോ കണ്ടുവരുന്ന കുട്ടനാടൻ ശൈലിയിൽ നിന്നും അല്ലെങ്കിൽ ആലപ്പുഴ ശൈലിയിൽ നിന്നും ആറന്മുള ശൈലിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുമാരനെല്ലൂരിൻ്റെ തന്നെ തനതായ ഒരു ശൈലിയിലുള്ള വഞ്ചിപ്പാട്ട് പാടിയാണ് ഭഗവതിയുടെ ഈ വള്ളംകളി കടന്നു പോകുന്നത്. കുമാരനെല്ലൂരിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള മൺമറഞ്ഞു പോയ കലാകാരന്മാർ ചിട്ടപ്പെടുത്തിയ വരികളും നമ്മൾ കുചേലവൃത്തം പാട്ടിനോടൊപ്പം തന്നെ പാടി വരുന്നു. ഞങ്ങളെ പൊടിപൊടിയോ ഞങ്ങളെ കാത്തുകൊള്ളേണ്ടേ തകത തകത തകതകതോ തകതോ ആരോ ദൈവോ. ഉത്രട്ടാതി നാളിൽ രാവിലെ 8 മണിക്ക് ദേവിയുടെ സിംഹവാഹനവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വഞ്ചിപ്പാട്ടിൻ്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ആറാട്ടുകടവായ പുത്തൻകടവിൽ എത്തിച്ചേരുന്നു. ഈ പ്രദക്ഷിണ വഴിയിൽ ചെമ്മങ്ങാട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, വെള്ളയപ്പുറം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, സൂര്യകാൽഡിമന ശ്രീ മഹാഗണപതി ക്ഷേത്രം, തിരുവാറ്റ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കല്ലുമട ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം സ്വീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ മീനച്ചിലാറിൻ്റെ ഇരു കരകളിലും ഭക്തജനങ്ങൾ നിറവറയും നിലവിളക്കും അഷ്ടമംഗല്യവും താലപ്പൊലിയുമായി ദേവിയെ സ്വീകരിച്ച് ആനയിക്കുന്നു. വൈകിട്ട് ഈ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങി 6:30 മണിയോടുകൂടി ഈ ജലഘോഷയാത്ര പുത്തൻകടവിൽ തന്നെ എത്തിച്ചേരുന്നതാണ്. കുമാരനെല്ലൂർ ഉത്രട്ടാതി ഊരുചുറ്റു ജലോത്സവം അനവധി കളിവള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി നീലിമംഗലം, ചവിട്ടൂരി, ചെറുനാരകം തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ സൂര്യകാലടിമനയിൽ എത്തിച്ചേരുന്നതും അവിടുത്തെ പറ എടുത്തതിന് ശേഷം ഗണപതിയെ വന്ദിച്ചതിന് ശേഷം തിരിച്ച് വട്ടമൂട് കടവ്, നാഗമ്പടം, ചുങ്കം, പനയക്കഴുപ്പ്, ഗോവിന്ദപുരം ചുറ്റി കല്ലുമട, പുലിക്കുട്ടിശ്ശേരി, കുടമാളൂർ വഴി വൈകിട്ട് 6 മണിയോടുകൂടി ക്ഷേത്രക്കടവിൽ തിരിച്ചെത്തുന്നതുമാണ്. ഒരു 10,000-കണക്കിന് ആൾക്കാർ ആകാംക്ഷയോടെ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അവർ കാണുന്ന, വീക്ഷിക്കുന്ന ഒരു വള്ളംകളിയാണ് കുമാരനെല്ലൂർ ഉത്രട്ടാതി ഊരുചുറ്റു വള്ളംകളി. നമസ്കാരം. കുമാരനെല്ലൂർ ക്ഷേത്രത്തിലെയും കരയോഗങ്ങളുടെയും വകയായിട്ട് നടക്കുന്ന കുമാരനെല്ലൂർ ഊരുചുറ്റു വള്ളംകളി വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. അതിൻ്റെ ഇപ്പോഴത്തെ 1ാം അമരക്കാരനായ എൻ്റെ പേര് സുധീഷ് പൂരാടത്ത്, നമ്മുടെ കാരണവന്മാരായ തറയിലെ രാമചന്ദ്രൻ ചേട്ടൻ അവരുടെ നേതൃത്വത്തിൽ പറഞ്ഞു തരുന്നതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ദേവിയുടെ ഇതിൽ ചെയ്യാൻ സാധിക്കുകയും നടക്കുന്നുണ്ട്. ഊരുചുറ്റു വള്ളംകളിയാണ്. ദേവി വർഷങ്ങളായിട്ട് പ്രജകളെ കാണാനായിട്ട് വരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. ദേവിയുടെ കാരുണ്യം കൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഒരു അപകടവും വരാതെ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ദേശക്കാർക്ക് ഉത്രട്ടാതി നാളിലെ ഭഗവതിയുടെ ഊരുചുറ്റു ദർശനത്തോടെയാണ് ഓണാഘോഷം അവസാനിക്കുന്നത്. ക്ഷേത്രത്തെ വലം വെച്ചു കൊണ്ടൊഴുകുന്ന മീനച്ചിലാറിന്റെ കൈവഴിയിലൂടെ ദേവിയുടെ സിംഹവാഹനം വഹിച്ചുകൊണ്ടുള്ള പള്ളിയോടം ഏകദേശം 32 കിലോമീറ്റർ ചുറ്റി തിരികെ എത്തുന്നു.